ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലെ പല ടൂളുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ടൂളിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ ടൂള് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് പറയാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ, നമുക്കൊരു ആവശ്യം ഉണ്ടായിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ നേടേണ്ട ഒരാവശ്യമുണ്ടാകും. ആ ഒരു ആവശ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ആവശ്യം മാത്രം സെറ്റ് ചെയ്യുക ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യം. പക്ഷേ ആ കാര്യത്തിന് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് കുറേ പണം വേണം എന്ന് പറയുന്നതിന് പകരമായിട്ട് ഒരു കൃത്യ എമൗണ്ട് നമ്മൾ മനസ്സിൽ കാണുക. ഇപ്പോൾ 10,000 ആണെങ്കിൽ 10,000 റുപ്പീസ് എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയതിന് നന്ദി എന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. ഓക്കെ, അതുപോലെ എന്ത് ആവശ്യങ്ങളാണെങ്കിലും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു എയിം നമ്മൾ സെറ്റ് ചെയ്യുക. രണ്ടാമത് നമുക്ക് വേണ്ടത് പേനയും പേപ്പറുമാണ്. നമുക്കൊരു ഡയറി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ ഡയറി എടുക്കുക. ഇതിന് 555 ടെക്നിക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ ആവശ്യം എന്താണോ അത് ഇപ്പോൾ നടന്നതായിട്ട് പ്രസൻറ്റ് ടെൻസിൽ വേണം നമ്മളത് എഴുതാനായിട്ട്. ഓക്കെ, അത് നമുക്ക് ലഭിച്ചതായിട്ട് വേണം എഴുതാൻ. എൻ്റെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്നെഴുതുക. അല്ലെങ്കിൽ എൻ്റെ രോഗം ഭേദമായതിന് യൂണിവേഴ്സിന് നന്ദി, എനിക്ക് ഇന്ന ജോലി ലഭിച്ചതിന് യൂണിവേഴ്സിന് നന്ദി എന്ന് പറയുക. അങ്ങനെ വ്യക്തമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഡയറി എടുത്തതിന് ശേഷം ഇങ്ങനെ എഴുതുക. ഈ ഒരു ആവശ്യം നമുക്ക് നടന്നതായിട്ട് എഴുതുക. അങ്ങനെ 5 ദിവസമാണ് നമ്മളിത് എഴുതേണ്ടത്. ഒരു ദിവസം 55 പ്രാവശ്യം എഴുതണം. അതാണ് 555 ടെക്നിക്ക് എന്ന് പറയുന്നത്. 5 × 55. കഴിവതും നമ്മൾ എഴുതാനായിട്ട് ഒരേ സമയം തന്നെ, എല്ലാ ദിവസത്തിൻ്റെയും ഒരേ സമയം, രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം. കഴിവതും മൊബൈൽ ഫോണുകളൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കാര്യം എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം സാധിച്ചതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. ആ ഒരു ഫീൽ ഉണ്ടാവണം. കാരണം നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ എഴുതുക എന്നതിനപ്പുറം, അല്ലെങ്കിൽ നമ്മൾ പറയുക എന്നതിനപ്പുറം നമ്മൾ അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് വൈബ്രേഷൻസ് ഉണ്ടാവുന്നതും ആ ഒരു വൈബ്രേഷനാണ് നമുക്ക് പ്രപഞ്ചവുമായിട്ട് സംവദിക്കാനുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അത് ലഭിച്ചതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറം നമുക്കത് ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് എനർജി പുറത്തേക്ക് വരുന്നതും അത് നമുക്ക് വീണ്ടും പ്രപഞ്ച ശക്തികൾ തിരിച്ച് തരികയും ചെയ്തത്, നമ്മുടെ കാര്യത്തിന് ഒരു റിസൾട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളത് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ എല്ലാ ദിവസവും 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് അത് നിർത്തിയേക്കുക. ഈ 5 ദിവസത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എഴുതേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെയധികം റിസൾട്ട് ലഭിച്ചിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു ടൂളാണ്. നമ്മൾ പല ടൂളുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുപോലെ അതിനുശേഷം നമ്മൾ വൈകിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് എന്താവശ്യമാണ് അത് ലഭിച്ചതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഫീല് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുകയും നമ്മൾ ആ ഒരു ഫീല് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, നമുക്കത് ലഭിച്ചതായിട്ട് ഇതിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ടൂളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.